ഹരീഷ് ചേട്ടാ, ഫസ്റ്റ് തിയേറ്ററിൽ കണ്ട സിനിമ ഏതാണ്? ഫസ്റ്റ് തിയേറ്ററിൽ കണ്ട സിനിമ വൈശാലി. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഇപ്പോൾ കാരണം പിന്നെ അത് വേറൊരു സെറ്റപ്പ് ഒരു സിനിമയാണല്ലോ. അതിൽ പാട്ടൊക്കെ ഓർമ്മയുണ്ട്, തുന്തുബിനാദം. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ആ പടം ഫസ്റ്റായിട്ട്. കാരണം അച്ഛൻ ഒരുപാട് സിനിമ കാണുന്ന ആളായിരുന്നു. അച്ഛൻ എന്നെ ഇറങ്ങുന്ന എല്ലാ സിനിമയും കൊണ്ട് കാണിക്കുന്നു. അത് ഞാൻ ആ സിനിമ കണ്ടത് കോഴിക്കോട് പിന്നെ ബ്ലൂ ഡയമണ്ട് തിയേറ്റർ എന്നാണ്. ബ്ലൂ ഡയമണ്ട് സോറി, സംഘം തിയേറ്റർ, സംഘം KTC സംഘം തിയേറ്റർ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു അച്ഛൻ ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാ ശനിയാഴ്ചയും അച്ഛൻ്റെ കൂടെ ബാങ്കിൽ പോയിട്ട് അവിടുന്ന് വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അന്ന് ഒരുപാട് മറ്റേ പിന്നെ മൂന്നാം മുറ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അങ്ങനെ അന്ന് ഒരുവിധം സിനിമകളിൽ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും കാണുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് നമ്മുടെ പൈസ തന്നെ കൊടുത്ത് ടിക്കറ്റ് എടുത്ത സിനിമ ഏതാണെന്ന് പറഞ്ഞു? നമ്മളെ പൈസ തന്നെ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ട സിനിമ ലാൽ ജോസ് സാറെ ഈ പടം ചന്ദ്രൻ ദിക്കുന്ന ദിക്കിൽ. ആരുണ്ടായിരുന്നു കൂടെ? അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ തിയേറ്ററിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള സിനിമ കാണാൻ പോയിട്ട് രസകരമായിട്ടുള്ള ഇൻസിഡൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഓർക്കാൻ പാകത്തിന്? രസകരമായിട്ടുള്ള അന്ന് പിന്നെ നമ്മളൊരു ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അയാളെ ഒറിജിനൽ പേര് എനിക്കറിയില്ലായിരുന്നു. അയാളെ ആ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് മുത്തുണ്ണി എന്നാണ്. അപ്പം സംഘം തിയേറ്ററിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ ടിക്കറ്റ് കിട്ടും. ഞാൻ കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് അവിടെ ചെന്നാൽ ഭയങ്കര തിരക്കിയെന്ന സിനിമയ്ക്ക്. ഏതായിരുന്നു ആ സിനിമ എന്ന് ഓർമ്മയില്ല. ആ സിനിമ കാണാൻ വേണ്ടി കുറേ ആൾക്കാരെയും കൂട്ടി ചെന്നിട്ട് ഈ മുത്തുണ്ണിയേട്ടൻ അന്വേഷിച്ച് നടന്നിട്ട് ഏത് മുത്തുണ്ണിയേട്ടൻ ഇവർക്കാർക്ക് മുത്തുണ്ണിയേട്ടൻ അറിഞ്ഞൂടെ, ലാസ്റ്റ് വരെ എടുത്ത് മൊത്തം ചമ്മി നാറി. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിട്ട് അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഓക്കെ, സ്വന്തം സിനിമ ഫസ്റ്റ് തിയേറ്റർ കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? സ്വന്തം സിനിമ ഫസ്റ്റ് തിയേറ്റർ കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയിട്ടുണ്ട്? ലൈക്ക് നമുക്കൊരു ഗൂസ്ബംസ് ഉണ്ടാവുമല്ലോ. അല്ല, എനിക്ക് സങ്കടമൊക്കെ വന്നു. കാരണം ഞാൻ 4ാം ക്ലാസ് മുതലേ എങ്ങനെയും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. അന്ന് ടീച്ചർ എന്താവണം എന്ന് ചോദിച്ച സമയത്ത് സിനിമാ നടനാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം നമ്മൾ സ്ക്രീനിൽ കാണല്ലേ. കാരണം നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ നമ്മൾ എല്ലാ പ്രാവശ്യവും തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്ന് അവരെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ അതൊരു വേറൊരു. താങ്ക് യു.